നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാനും വീട് വരെ ഒന്ന് പോവാൻ പോവാ. അവിടെയും ആകെ പ്രശ്നമാണെന്നാ ഞാൻ മാധുരി ചേച്ചി വിളിച്ചപ്പോ പറഞ്ഞത്. എന്നാ ശരി, നീ അങ്ങോട്ട് ചെല്ലേ. അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുപ്പിക്കാൻ നോക്ക്. പക്ഷേ അമ്മ നന്ദേട്ടന്റെ കാര്യത്തിൽ സമാധാനപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വസന്തേട്ടൻ ഒന്ന് പെട്ടെന്ന് ചെല്ല്. അവളിപ്പോ റോഡിലെത്തി കാണും. ചെല്ല്. മല്ലിയേച്ചി, ഞാൻ വീട് വരെ ഒന്ന് പോവാ. സന്ധ്യക്ക് മുമ്പ് എത്താം. കുഞ്ഞിന്റെ കാര്യം ഒന്ന് നോക്കിക്കോണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. മധു പോയിട്ട് വാ. പിന്നെ പ്രിയ വരുമ്പോ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. യാതൊരു കാരണവശാലും അവൾ കുഞ്ഞിന്റെ അടുത്ത് ചെല്ലരുത്. ഒക്കെ ഞാൻ നോക്കിക്കോളാം. മധു ചെല്ല്. മക്കളെ, ആന്റി, നീ നേരത്തെ വന്നോ? ഞാൻ വീട്ടിലേക്ക് വരാൻ തുടങ്ങിയതായിരുന്നു. വാ, നിങ്ങൾ പോയി കളിച്ചോ. അയ്യോ ആന്റി, ഇത് പിടിച്ചേ. മോളു, ഓ അമ്മ വന്നടാ. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി പൂർണേന്ദു തന്റെ നിലാവോ പുത്തൻ പവിഴ കൊടിയോ ചേരു തത്തകൾ കൊഞ്ചും മൊഴിയോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ. കണ്ടോ, പൂജ തൊട്ടപ്പോ തന്നെ കരച്ചിൽ നിർത്തി. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ആത്മബന്ധം ഉണ്ടെന്ന്. ആണോ മോളെ? നമ്മൾ തമ്മിൽ ആത്മബന്ധമുണ്ടോ? ഇതാരെ നോക്കി? ഇത് മോളുടെ ഒരു ആന്റി. ഞാൻ രാധമോളുടെ അമ്മ. അപ്പോ അമ്മയുടെ ആന്റി ഏത് മുറയിൽ വരും? എന്നെ ഈ കൊച്ചിനെ കൊണ്ട് അമ്മമാന്ന് വിളിപ്പിക്കാനാണോ? അയ്യടാ, അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. ഞാനേ ആന്റി തന്നെയാ. ദേ, ഈ ആന്റി പറയുവാ നമ്മള് തമ്മിലൊരു ആത്മബന്ധം ഉണ്ടെന്ന്. നമ്മള് തമ്മില് ശരിക്കും ആത്മബന്ധമുണ്ട് അല്ലേ മോളെ? നമ്മൾ അമ്മയും മോളും അല്ലേ? ആ ബന്ധമാ നമ്മള് തമ്മിൽ, അല്ലേ? മോളെ, നീ പാല് കൊടുത്തിട്ട് വാ. ദേ, ഓരോ ദിവസം കഴിയും തോറും മോൾ എനിക്ക് ജനിച്ച എന്റെ വയറ്റിൽ കിടന്ന് വളർന്ന എന്റെ സ്വന്തം കുഞ്ഞായി മാറുകയാണല്ലോ മോളെ. പറയേ, മോൾ എന്റെ രക്തത്തിൽ പിറന്നതല്ലേ? നമ്മൾ യഥാർത്ഥ അമ്മയും മോളും അല്ലേ? എന്റെ
മോള് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലേ മോളെ അമ്മ അങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോകും കേട്ടോ. പിന്നെ മോൾ അവിടെ ആയിരിക്കും വളരുന്നുണ്ടാവുക. മോളുടെ അമ്മ പൂജയും അച്ഛൻ അർജുനും. പിന്നെ മോൾക്കൊരു സഹോദരിയുണ്ട്, കൃഷ്ണമോള്. രാധമോളും കൃഷ്ണമോളും കൂടി അങ്ങനെ രാധാകൃഷ്ണയായി വളരണം കേട്ടോ. മോളെ, ആ അമ്മ ഇപ്പൊ പാല് തരാട്ടോ. ഓ ഓ, എണീറ്റ് പാല് കുടിക്കണ്ടേ? ബാ. ഓ ഓ. അയച്ചോ. ഉറപ്പാണ് സാറേ, പൂജയും കുഞ്ഞുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട്. യഥാർത്ഥ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം. അതൊരു നല്ല കണ്ടുപിടുത്തമാണല്ലോ. അച്ഛാ, മോളെ, ആന്റി വാ. ഓ ഓ ഓ ഓ ശോ. ഓ അച്ഛാ, മോളെ, എന്റെ മോളെ, നീ എത്ര വളർന്നാലും എന്റെ കണ്ണിൽ നീ ആദ്യമായി ഇവിടെ വന്ന ആ 3 വയസ്സുകാരി തന്നെയാ. എന്റെ കുഞ്ഞു പൂജ. ആ, ഒരു ജീവിതത്തിനിടയിൽ 9 ജീവിതം ജീവിക്കാനുണ്ടെന്ന് പറയും. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും എനിക്ക് അങ്ങനെയാ തോന്നാറ്. ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നുപോയ എന്റെ പൂജ. മോളെ, മധു പറയായിരുന്നു മോൾക്കും രാധമോൾക്കും തമ്മിൽ ഒരു അമ്മ മകൾ ബന്ധമുണ്ടെന്ന്. എന്നുവെച്ചാൽ യഥാർത്ഥ അമ്മയും മകളും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന്. സത്യം പറഞ്ഞ അച്ഛാ, പലപ്പോഴും എനിക്കും അങ്ങനെ തോന്നാറുണ്ട്. എന്തായാലും അജുവേട്ടനും ഞാനും കൂടി അച്ഛനെ കാണാൻ വരുന്നുണ്ട്. രാധമോളെ ഞങ്ങൾ ഏറ്റെടുത്തോട്ടെ എന്ന് ചോദിക്കാൻ. ഗവൺമെന്റിൽ എന്തെങ്കിലും നടപടികളുണ്ടെങ്കിൽ അത് ഉടനെ ചെയ്യട്ടെ എന്ന് ചോദിക്കാൻ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊക്കെ ബുദ്ധിമുട്ടാ മോളെ. എന്തായാലും വരട്ടെ, സാവകാശം നമുക്ക് ആലോചിക്കാം. അച്ഛാ, പ്രിയെ എത്ര കാലം ഇവിടെ കഴിയാൻ അനുവദിക്കാനാ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത്? പ്രിയയെ ഞാനിവിടെ സ്ഥിരമായി നിർത്തുമെന്നുള്ളതാ മധുവിന്റെയും ഭയം. മോളെ, രാധമോളുടെ നൂലുകെട്ട് ദിവസം ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അന്ന് ജയിലിൽ ചെന്ന് അർജുനോട് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായി കാര്യങ്ങൾ പറയും. ശരി, അച്ഛനെ വിശ്വസിക്കാൻ ഞാൻ. നൂലുകെട്ട് ദിവസം വരെ അച്ഛനോട് പ്രിയയെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ സാറേ, ഞാൻ ചോദിക്കും. സാർ എത്രയൊക്കെ പറഞ്ഞാലും പ്രിയെ കാണുമ്പോൾ എനിക്ക് കാലിന്ന് തല വരെ ഒരു വിറയിൽ വരും. പിന്നെ എനിക്ക് തന്നെ എന്നെ പിടിച്ച കിട്ടില്ല. അവക്കിട്ട് 2 പൊട്ടിക്കാൻ എന്റെ കൈ ധരിക്കും. അതെന്തോ ആവട്ടെ, പക്ഷേ ഈ സ്നേഹസദനത്തിൽ തല്ലും ബഹളമൊന്നും വേണ്ട. അവൾക്ക് ഒരു ശിക്ഷ കൊടുക്കുന്നുണ്ട്, യുക്തമായ ശിക്ഷ. അത് ഞാൻ തന്നെ കൊടുക്കും. അച്ഛാ, അതിരിക്കട്ടെ, രാധമോളുടെ നൂലുകെട്ട് ഒരു ഗംഭീര സംഭവമാക്കണ്ടേ? പിന്നെ അല്ലാതെ ഒരു ഉത്സവം പോലെ തന്നെ നമുക്കത് കൊണ്ടാടിക്കളയാം. ഞങ്ങൾ ഫുൾ ടീം ഇവിടെ ഉണ്ടാവും ചടങ്ങിന്. തലേന്ന് തന്നെ വേണമെങ്കിൽ ഞങ്ങൾ വരാം.
തലേന്ന് തന്നെ വരണം. ആ ആ പൂജയാ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ചടങ്ങുകളൊക്കെ നടത്തേണ്ട ആള്. ഓ, ശ്ശെ. സത്യാണോ അച്ഛാ? ആ, എന്താ സംശയം? അതാ പറഞ്ഞത്, ശരിക്കും ഒരു ഉത്സവം തന്നെ ആയിക്കോട്ടെ. പൂജയുടെ മോളുടെ ചടങ്ങിന് ഒരു തിളക്കം വേണ്ടേ? താങ്ക് യു അച്ഛാ. ആ ദിവസമാണ് പ്രിയയുടെ കാര്യത്തില് സാറ് തീരുമാനം എടുക്കുന്നത് അല്ലേ? അതെ, അന്ന് തന്നെയാണ് അത് സംഭവിക്കുക. പ്രിയ ഇപ്പൊ ആരെയോ കാണാൻ പോയിരിക്കാം. വസന്തേട്ടൻ പുറകെ പോയിട്ടുണ്ട്. ഇനി ആരെ കാണാനായിട്ടാണാവോ പോയിരിക്കുന്നത്?